ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെറിയ ആൾക്കായി മാറിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ചെറിയ ആൾക്കായി മാറിയെന്ന് ചിലർക്ക് അറിയുന്നുണ്ടാവും. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഗൈസ് നമ്മളങ്ങനെ ചെറിയ ആൾക്ക് ആയിരുന്നു. അംഗനവാടിയിൽ പഠിക്കുമ്പോൾ ഞാൻ അത്രേ ഉണ്ടാവുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വീണ്ടും ഇത്രയാണ് ആകെ പണിയിട്ടിരിക്കുകയാണ്. അത് ആബ്രക്കഡാബ്ര പറഞ്ഞിട്ടൊരു പോലീസുകാരെ ഒരൊറ്റ പറയലായിരുന്നു. പെട്ടെന്ന് ഞാൻ ചെറുതായി മാറുക ചെയ്തു ഗൈസ്. നമുക്ക് ആ ആബ്രക്കഡാബ്ര സാറിനോട് തന്നെ ചോദിക്കാം ഗൈസ്. ഇതൊക്കെ അയാൾ കുത്തിയാലും ചാവില്ല. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, കണ്ട അവനും തീർച്ചയായും അവൻ്റെ ബൈക്കും തീർച്ചയായും. എന്നിട്ട് അങ്ങേര് പോലും ചത്തില്ല ഗൈസ്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. നമുക്കേ എന്തായാലും വേഗം ഇവിടെ ഒന്ന് നോക്കാം ഗൈസ്. ആ സാറ് ഇവിടെ തന്നെ ഉണ്ടാവും, സാറിനോട് തന്നെ ചോദിക്കാം. അല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല ഗൈസ്. സാറ് ഇവിടെ നിൽക്കുന്നുണ്ട്. സാറേ, എടാ ഫ്രാങ്ക്ലിന്, നീ വീണ്ടും വന്നോടാ. സാറേ എനിക്ക് എങ്ങനെയാലും വീണ്ടും എൻ്റെ പഴയ ശരീരത്തിലേക്ക് വരണം. എനിക്ക് വീണ്ടും വലുതാവണം സാറേ. എടാ നീ എനിക്കൊരു മിഷൻ ചെയ്തു തരുവാണെങ്കിൽ നിന്നെ ഞാൻ പഴയ പോലെ ആക്കാം. സാറേ, എന്ത് മിഷനാണ് ചെയ്യേണ്ടത്? സാറ് പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം സാറേ. എടാ, ഒരു വീട്ടിൻ്റെ ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം. ആ വീട്ടിലൊരു ലംബോർഗിനി ഉറൂസ് 6 GB ഉണ്ട്. പോയി അടിച്ചു മാറ്റി കൊണ്ടാ. ഓക്കെ സാറേ. ഗൈസ്, അപ്പോൾ സാറ് പറഞ്ഞത് ഏതോ ഒരു വീട്ടിൽ ഒരു 6 GB ലംബോർഗിനി ഉറൂസ് ഉണ്ട് എന്ന് പറഞ്ഞത്. 6 GB പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണല്ലേ, ഫുൾ തിളങ്ങുന്ന, അതായത് എല്ലാ റെയിൻബോ കളറൊക്കെ ഒരുമിച്ച് വരുന്ന ഒരു എന്നിട്ട് തിളങ്ങുന്ന ഒരു വണ്ടിയാണ്. ആ ടൈപ്പ് വണ്ടിയാണ്. ഗൈസ്, നമ്മൾ ഒരുത്തൻ്റെ വണ്ടിയൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. നമുക്ക് വേഗം പോവാം. ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താ ഗൈസ് കാര്യം? ഇപ്പം ചെറുതായതുകൊണ്ട് അധികം ഓട്ടമൊന്നുമില്ല. ചാടിയിൽ നിലമൊന്നും അധികം പൊട്ടണില്ല ഗൈസ്. അപ്പോൾ ഈ വീട്ടിലാണെന്നാണ് ഗൈസ് പറഞ്ഞത്. നമുക്കെന്തായാലും ഈ വീട്ടിൽ കയറിയൊക്കെ. ഇതെന്ത് മതിലാണ് ഗൈസ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകണില്ല ഗൈസ്. എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഫുൾ തിരയാ ഗൈസ്. നമുക്ക് ചാടിയൊക്കെ ഗൈസ്, ഞാനവിടെ കണ്ടു ഗൈസ് ഒരു നീല. ഇത് നീലല്ലേ? അല്ല ഗൈസ്, ഞാൻ ആ സമയത്ത് നീലല്ലേ കണ്ടത്, കളറ് അല്ലല്ല ഗൈസ്. എൻ്റെ മോനെ, ഏതാ വണ്ടി, അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഫുള്ള് 6 GB. അയ്യോ, ഡോറ് ജസ്റ്റ് ഒന്ന് പൊളിഞ്ഞു. അത് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി റെഡിയാക്കി തന്നിട്ടുണ്ട്. നമുക്കിത് കൊണ്ടുപോയി സാറിന് കൊടുക്കാം ഗൈസ്. നമ്മൾ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് സാറിന് കൊടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ ഗൈസ്. സാറിന് കൊണ്ടുപോയി കൊടുക്കുക. സാറേ, ഞാൻ വണ്ടി കൊണ്ടുവന്നു സാറേ. ഇനി എന്താ ചെയ്യണ്ടേ? കൊണ്ടുവന്നു, ഗുഡ് ബോയ്. നിനക്കിനി എന്താ വേണ്ടേ? എനിക്കിനി വലുതാവണം സാറേ, അതല്ലേ ഞാൻ പറഞ്ഞേ. അതിന് ഞാൻ പറഞ്ഞുതരാം. 2 മിഷൻ ചെയ്യണം. എന്ത്? ഒന്ന്, ഒരു പുഴയിൽ പോയി ചേർന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ. മറ്റേത്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എത്ര സബ്സ്ക്രൈബും ചെയ്യണം, എങ്കിലേ നീ വലുതാവുള്ളൂ. സാറേ, അതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തുള്ള അവിടെ പോയി ഞാൻ ചാടിയാൽ മതിയോ? അപ്പോൾ നീ താനെ വീട്ടിൽ സ്പോണാവും, എന്നിട്ട് നീ റെഡിയാവും. ഓക്കെ സാർ. ഗായ്സ്, അപ്പോൾ സാറ് പറഞ്ഞത് ഈ പുഴയെ ചാടാനാണ്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. യെസ് ഗൈസ്, നമ്മൾ ചാടിയിട്ടുണ്ട്. ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ വലുതായി ഗൈസ്, ഞാൻ പഴയ പോലെ വലുതായി. അപ്പോൾ ഗൈസ്, ഇനി എനിക്ക് സ്യൂട്ടും കൂടെ വരണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എത്ര സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഗൈസ്, ഇനി നമുക്ക് ഈ സ്യൂട്ട് ഊരണം ഗൈസ്. എത്ര നോക്കിയിട്ട് നമുക്ക് ഈ സ്യൂട്ട് ഊരാൻ മാത്രം പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ചെറുതായിട്ടെങ്കിലും നിൽക്കാമായിരുന്നു ഗൈസ്. പക്ഷേ ഇത് സ്യൂട്ട് എനിക്ക് ഊരാൻ കഴിയുന്നില്ല. അതാണ് ഗൈസ് വലിയ പ്രശ്നം. നമുക്ക് സാറിനോട് തന്നെ പോയി ചോദിക്കാം ഗൈസ്. സാറേ, എനിക്ക് സ്യൂട്ടും കൂടെ ഊരണം. എന്ത്? അല്ല, എനിക്ക് സ്യൂട്ടും കൂടെ വരണം. എനിക്ക് ഇതുവരെയായിട്ട് സ്യൂട്ട് ഊരാൻ പറ്റുന്നില്ല സാറേ. നിനക്കെന്തായാലും ഇപ്പോൾ കുറച്ച് പവറില്ലേ? പക്ഷേ സാറേ, എനിക്ക് മനുഷ്യൻ തന്നെ വേണം. കൺസ്ട്രക്ഷൻ സൈറ്റിൽ നീ അന്ന് ഒരു കണ്ടെയ്നർ കണ്ടിട്ട് അത് തുറന്നപ്പോഴല്ലേടാ നീ ആൾക്കായെ? സാറേ, അതുപോലെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു കണ്ടെയ്നർ ഉണ്ടാവും. തിരഞ്ഞു നോക്ക്, എന്നിട്ട് ആ കണ്ടെയ്നർ നിനക്കിപ്പോഴുള്ള പവർ കൊണ്ട് കുത്തി പൊട്ടിച്ചാൽ മതി. അപ്പോൾ നിനക്ക് പഴയ പോലെ ആവാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതെന്താ സാറേ അങ്ങനെ? അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ. സാറേ, എന്തായാലും ഗൈസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ എന്തായാലും എത്തിയില്ല, വേറൊരു ഇതും ഇല്ല, വഴിയില്ല. നമുക്ക് അങ്ങോട്ട് എന്തായാലും പോയി നോക്കാം ഗൈസ്. വേഗം ഈ വണ്ടിക്കാരൻ ഗൈസ്, നമുക്ക് ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല.
ഇറങ്ങടാ വണ്ടി നല്ല പിന്നെ നമുക്ക് വണ്ടി അടിച്ച് മാറ്റി പോവാ ഗൈസ്. അല്ലാണ്ട് പിന്നെ പോയിട്ടൊന്നും കാര്യമില്ല. വണ്ടി പോയി കഴിഞ്ഞാൽ വേഗം എത്തും. ഗൈസ് നമ്മളൊരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിക്കണു ഗൈസ്. നമുക്ക് വേഗം ഇവിടെ കയറിയേക്കോ. ഇവിടെ ഫുൾ പണി നടക്കുക തോന്നുന്നു. ഞാനായിട്ട് ഇതിന് ഇടിച്ചു പിടിച്ച ഇവിടെ ഒന്നുമില്ല ഗൈസ്. വെറുതെ സാറ് ഗൈസ് അവിടെ ഞാൻ ഒരു കണ്ടെയ്നർ കണ്ടിട്ട് എന്താ എയറിൽ നിൽക്കണ കണ്ടെയ്നർ. അതെന്തേലും ആവട്ടെ, എനിക്ക് ഇത് കുത്തി പൊട്ടിച്ചതിലേ സമാധാനം. ഓ ഗൈസ് എൻ്റെ എല്ലാം പോയി ഗൈസ് ഇടിച്ചപ്പോൾ. അതെന്തേലും ആവട്ടെ ഗൈസ്. നമുക്കിനി ഇത് കുത്തി പൊട്ടിക്കാം. സാറ് പറഞ്ഞത് ഇത് കുത്തി പൊട്ടിച്ചാലേ റെഡി ആവുള്ളൂ എന്നല്ലേ. കുത്തി പൊട്ടിക്കുക ഗൈസ്. ഞാൻ കുത്തിയിട്ടുണ്ട്. എനിക്ക് എന്തൊക്കെ ഒരു മാറ്റം വരുന്ന പോലെ ഉണ്ട്. എന്തോ ഒരു ഗുളുഗുളു ആകുന്നുണ്ട്. അയ്യോ ഗൈസ് എനിക്ക് തല കറങ്ങുന്നു. അമ്മച്ചി ഗൈസ് ഇതെന്ത് ഗൈസ്. ഞാൻ വീട്ടിലെത്തി. ഞാൻ മനുഷ്യൻ തന്നെയായി. എൻ്റെ അമ്മോ ഗൈസ് നമുക്ക് വെപ്പൺസ് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ വെപ്പൺസ് കുറേ ദിവസമായി ഗൈസ് വെടി വെച്ചിട്ട്. ഗൈസ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്തിട്ട് ഇതിൻ്റെ പാർട്ട് 1 കാണാം. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.